നമസ്കാരം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനെയും ഇറാനെയുമാണ്. ഇരു വിഭാഗവും എന്ത് നടപടികളാണ് വരും മണിക്കൂറുകളിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഏവരും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. ഇസ്രായേലിൻ്റെ മണ്ണിൽ കയറി ചെന്ന് ആക്രമണം തൊടുത്തുവിട്ട അന്ന് മുതൽ ഇറാൻ ഭീതിയിലാണെന്ന് നിസ്സംശയം പറയാം. ലോകത്തിന് മുന്നിൽ ഒന്ന് നിവർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ച യുദ്ധരംഗത്തെ കാലന്മാരെ ചെന്ന് ചൊറിഞ്ഞത് മുതൽ ഇറാനുള്ള മറുപടി എങ്ങനെ ഇസ്രായേൽ കൊടുക്കുമെന്ന സംശയമായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. ഇവിടെ നെതന്യാഹുവും കൂട്ടരും കുറച്ചുകൂടി പക്വമായ നിലയിലാണ് കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടിയത്, അതൊക്കെ നടപ്പിലാക്കി വരുന്നത്. ശക്തിയേക്കാൾ ബുദ്ധി ഉപയോഗിച്ചുള്ള നടപടികൾ ആണ് കണ്ടുവരുന്നത്. അടിക്ക് തിരിച്ചടി കൊടുക്കാൻ നിമിഷങ്ങൾ മാത്രം മതിയെന്നിരിക്കെ ഇസ്രായേൽ സംയമനം പാലിക്കുന്നതായിരുന്നു ആദ്യം കണ്ടത്. അമേരിക്ക എന്ന വലിയ ശക്തിയും സഹായവുമായി കാത്തു നിൽക്കെ ഇസ്രായേൽ ക്ഷമാപൂർവം തക്കം പാർത്തിരുന്നു. അടിയന്തര യോഗങ്ങൾ ചേർന്ന് തിരിച്ചടി എങ്ങനെയൊക്കെ ആകാമെന്ന് ചർച്ചകൾ ചെയ്തു അവർ. ഉടനടി യുദ്ധമാർഗത്തിൽ കടക്കില്ല എന്നായിരുന്നു ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ഉപയോഗിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി വരിങ്ങി മുറുക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ പരീക്ഷിച്ചത്. സമയവും സന്ദർഭവും ഒത്തിണങ്ങി കിട്ടിയപ്പോൾ ഇറാൻ നെടുവീർപ്പിടാൻ തുനിഞ്ഞപ്പോൾ തക്കം പാർത്തിരുന്ന ഇസ്രായേൽ ആദ്യ അടി പൊട്ടിച്ചു. ഇറാന്റെ ആണവ നഗരമായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇതിനായി മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇസ്ഫഹാനിലേക്ക്. അപ്രതീക്ഷിതമായി കിട്ടിയ അടി ഇറാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇത് വെറും സാമ്പിൾ എന്ന നിലയ്ക്കായിരുന്നു ഇസ്രായേലിന്റെ നടപടികൾ. ഉഗ്ര സ്ഫോടനം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിലെ പ്രധാന നഗരങ്ങൾ വ്യോമഗതാഗതം പോലും നിർത്തിവെച്ചു. ആകെ പരിഭ്രാന്തരാണ് ഇസ്രായേലിലെ ജനങ്ങൾ പോലും. രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഇപ്പോൾ കിട്ടിയ അടി കൊണ്ടുള്ള പ്രതികാരത്തെക്കാൾ ഇനി വരാനിരിക്കുന്നതിനെ ഓർത്താണ് ഇറാനിൽ ഭീതി പരക്കുന്നത്. ഗാസയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന് ലോകവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇനിയും ആക്രമിക്കുമെന്നാണ് ഇറാൻ കരുതുന്നത്. അതിർത്തിയിൽ സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം സജീവമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ബ്രിട്ടനും എല്ലാം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇസ്രായേലിനായി കൈകോർത്തിട്ടുമുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെതന്യാഹുവും കൂട്ടരും ശക്തിയല്ല മറിച്ച് ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നതും. ഈ രാജ്യങ്ങളെ, ലോകരാജ്യങ്ങളുടെ കൂട്ട എങ്ങനെ ഇപ്പോൾ ഇസ്രായേലിനൊപ്പം ആക്കാം എന്ന് പരിശ്രമിച്ച് ചിന്തിക്കുന്നത്. ഇറാൻ സൈന്യത്തിനും ഉപരോധം നേരിടുന്ന മറ്റ് ഗ്രൂപ്പുകൾക്കും ബഹുമാൻ ഗ്രൂപ്പ് സഹായം നൽകുന്നുവെന്നായിരുന്നു ആരോപണമുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരിലായിരുന്നു മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനൊപ്പം ചേർന്നത്. ഇറാൻ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിന് പിന്തുണയുമായി. ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി 48 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇസ്രായേലിന് ബലമായി വരികയായിരുന്നു. അതേസമയം സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ അമേരിക്കയും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇസ്രായേലിനെതിരായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്കയും പുതിയ തീരുമാനം കൈക്കൊണ്ടത്. ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്, ഇറാൻ പ്രതിരോധ മന്ത്രാലയം, മിസൈൽ, ഡ്രോൺ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. നേരത്തെ ഇറാനിലെ പല നഗരങ്ങളിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 1 സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ച ഇസ്രായേൽ പ്രമുഖരായ ഇറാൻ കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആക്രമിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇറാൻ. ആക്രമണം നിർത്തിയെന്നും ഇസ്രായേൽ തിരിച്ചടിക്ക് മുതിർന്നാൽ ആക്രമണം ശക്തമാക്കുമെന്നുമായിരുന്നു പിന്നീട് ഇറാൻ നേതാക്കളുടെ മുന്നറിയിപ്പ്. നമ്മൾ അപ്പോൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഇസ്രായേലിൻ്റെ ഒരു അഭിമാന പ്രശ്നമായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. നെതന്യാഹുവും കൂട്ടരും അങ്ങനെ മിണ്ടാതിരിക്കുന്നവരല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്തുകൊണ്ട് ഈ സംയമനം എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായിരുന്നു ഇന്ന് പുലർച്ചെ നടന്നത്. ഇസ്രായേൽ കൃത്യമായ ഇടവേളകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രിസഭാ യോഗങ്ങളൊക്കെ ചേർന്നാണ് തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായ ചർച്ചകളെല്ലാം നടന്നത്. എന്തായാലും ഇതുകൊണ്ട് ഇസ്രായേൽ അടങ്ങിയിരിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, 1 കിട്ടിയാൽ 10ആയിട്ടോ 100ആയിട്ടോ തിരിച്ചടിക്കുന്ന ഇസ്രായേൽ ഇനിയും കൂടുതൽ ഗുരുതരമായ രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇറാന്റെ വിധി എന്താകുമെന്ന്.